നമസ്കാരം. മലയൻകീഴിൽ യുവതി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച സംഭവത്തിന് പിന്നിൽ ഭർത്തൃമാതാവിന്റെ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളെന്ന് ആരോപണം. വിളവുക്കർ സ്വദേശിയായ വിഷ്ണുവിന്റെ ഭാര്യ കാവ്യ കഴിഞ്ഞ ഞായറാഴ്ചയാണ് സ്വന്തം വീട്ടിലെ കിടപ്പുമുറിയിൽ ജീവനൊടുക്കിയത്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ കാവ്യ അവിടെ അനുഭവിച്ചത് നരകയാതനയാണെന്നും ഭർത്തൃമാതാവിന്റെ പീഡനമാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും അമ്മ ശാന്തയും സഹോദരൻ ശ്യാമും ആരോപിച്ചു. ചിക്കൻ കറി കൂടുതൽ കഴിച്ചുവെന്ന് ആരോപിച്ച് കഴിഞ്ഞ ദിവസം ഭർത്തൃമാതാവ് വീട്ടിൽ വലിയ വഴക്കുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെ ബാത്റൂമിൽ കയറി നിന്ന് കാവ്യ കരഞ്ഞുകൊണ്ട് ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിരുന്നതായി അമ്മ വെളിപ്പെടുത്തി. ഇതിന് തൊട്ടു പിന്നാലെയാണ് കാവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാവ്യയുടെ ഭർത്താവ് വിഷ്ണു നായർ വിഭാഗത്തിൽപ്പെട്ടയാളാണ്. എന്നാൽ കാവ്യ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആളാണെന്ന് പറഞ്ഞ് ഭർത്തൃമാതാവ് നിരന്തരം ജാതി അധിക്ഷേപം നടത്തിയിരുന്നു. സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞും വീട്ടിലെന്നും വഴക്കായിരുന്നു. മകളെ പല ദിവസങ്ങളിലും പട്ടിണിക്കിട്ടിരുന്നുവെന്നും സ്വയം ഭക്ഷണമുണ്ടാക്കി കഴിക്കാൻ പോലും ഭർത്തൃമാതാവ് സമ്മതിച്ചിരുന്നില്ലെന്നും അമ്മ ശാന്ത പറയുന്നു. 2 മാസം മുൻപാണ് കാവ്യ അവസാനമായി സ്വന്തം വീട്ടിലേക്ക് വന്നത്. മകൾക്ക് ആ വീട്ടിൽ ഒരിക്കലും സ്വസ്ഥത കിട്ടിയിരുന്നില്ല. ഭർത്താവ് വിഷ്ണു പൂർണ്ണമായും അമ്മയുടെ വാക്കുകേട്ടാണ് നടന്നതെന്നും ശാന്ത പറഞ്ഞു. അതേസമയം കഴക്കൂട്ടത്തെ ശ്മശാനത്തിൽ നടന്ന സംസ്കാര ചടങ്ങിൽ ഭർത്താവ് വിഷ്ണുവും കുട്ടികളും പങ്കെടുത്തില്ല. കാവ്യയെ ഭർത്തൃമാതാവ് ജാതീയമായി അധിക്ഷേപിച്ചിരുന്നതായി സഹോദരൻ ശ്യാമും പറഞ്ഞു. വിളവൂർക്കലിലെ വീട്ടിനായി 27 ലക്ഷത്തോളം രൂപ 2 തവണയായി കാവ്യയുടെ ബന്ധുക്കൾ ഏൽപ്പിച്ചിരുന്നുവെങ്കിലും വീട്ടിൽ യാതൊരു അവകാശവും നൽകിയിരുന്നില്ല. വീട്ടിലെ അടുക്കള ഉപയോഗിക്കുന്നതിലും വിലക്കുണ്ടായിരുന്നതായി കാവ്യ വീട്ടുകാരെ അറിയിച്ചതായി പറയുന്നു. ഭക്ഷണം പാചകം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നതിനും ഭർത്തൃമാതാവിന്റെ എതിർപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറച്ചിക്കറി എടുത്തത് കൂടിപ്പോയെന്ന കാര്യം പറഞ്ഞും വഴക്കുണ്ടാക്കിയതായി കാവ്യ അമ്മയെ വിളിച്ചു പറഞ്ഞിരുന്നതായി ശ്യാം അറിയിച്ചു. കാവ്യയെ ഭർത്തൃമാതാവ് ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് സഹോദരൻ പറഞ്ഞു. ജനലിൽ തൂങ്ങി മരിച്ചെന്നാണ് തങ്ങളെ വിഷ്ണുവിന്റെ വീട്ടുകാർ അറിയിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 8:30ഓടെയാണ് സംഭവം നാട്ടുകാരെയും കുടുംബത്തെയും അറിയിക്കുന്നത്. ഭർത്തൃമാതാവിന്റെ കടുത്ത ക്രൂരതയും അധിക്ഷേപവുമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് കാവ്യയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ മലയൻകീഴ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഭർത്തൃ വീട്ടിലെ പീഡനങ്ങളെക്കുറിച്ചുള്ള വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ്.